അസ്സലാമു അലൈക്കും ആൻഡ് ഹലോ ഫ്രണ്ട്സ്. എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയിലെ വളരെ പ്രസിദ്ധമായ ഒരു ഡെസേർട്ടാണ് ലച്ഛേദാർ റബഡി. ഈ റബഡി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പാലാണ്, നല്ല കട്ടിയുള്ള പാല്. അത്യാവശ്യം വീതിയും നല്ല വണ്ണവുമുള്ള പാത്രത്തിൽ വേണം ഈ ഡെസേർട്ട് തയ്യാറാക്കാനായിട്ട്. ഈ ഡെസേർട്ട് നമുക്ക് ജിലേബിയോടൊപ്പം, ഗുലാബ് ജാമിനോടൊപ്പം, ടോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡിനോടൊപ്പം എല്ലാം സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലച്ഛേദാർ ഡെസേർട്ട് ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ടെങ്കിലും ഇതിൻ്റെ റിസൾട്ട് മാത്രം അമേസിംഗ് ആണ്. ഈ ലച്ഛേദാർ റബഡി ടൈം കൺസ്യൂമിംഗ് ആയതുകൊണ്ട് ചിലർ ഇതിൽ ബ്രെഡ് ചേർക്കാറുണ്ട്, വേഗം കട്ടിയാകാൻ മിൽക്ക് പൗഡർ ചേർക്കാറുണ്ട്, അല്ലെങ്കിൽ ഖോവ ചേർത്തിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ തയ്യാറാക്കുന്ന ശരിയായ രീതിയിൽ, ഈ ഹൽവായൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് നമ്മളിന്ന് വീട്ടിൽ തന്നെ ലച്ഛേദാർ റബഡി തയ്യാറാക്കാൻ പോകുന്നത്. നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഇതുപോലെയുള്ള വലിയ വലിയ പാത്രത്തിലാണ് ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കുന്നത്. ഈ ഹൽവായൊക്കെ ഉണ്ടാക്കുന്ന ഇതേ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല രുചികരമായ ലച്ഛേദാർ റബഡി തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്ക് നല്ല കട്ടിയും വീതിയുമുള്ള ഇതുപോലൊരു പാത്രത്തിന് ചൂടാക്കാൻ വെക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 2 ലിറ്റർ പാലാണ്. ഈ 2 ലിറ്റർ പാല് ഒന്ന് ചൂടാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് ബോയിൽ ആയതിനു ശേഷം ഇതിനെ സ്ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഈ റബഡി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല കട്ടിയുള്ള പാല് തന്നെ വേണം നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാൻ. പാല് ബോയിലായതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നു. ഇതുപോലെ ഇതിന് മുകളിൽ പാലിൻ്റെ അട ഫോം ആയിക്കഴിഞ്ഞാൽ ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് പാത്രത്തിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ കയറ്റി വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മാത്രമേ ഇതുപോലെ പാലിൻ്റെ അട ഫോം ആവുകയുള്ളൂ. ഇതുപോലെ എല്ലാ പ്രാവശ്യവും ഫോം ആകുന്ന ഈ പാലിൻ്റെ അട സൈഡിൽ വെക്കുന്നത് കൊണ്ടാണ് ലച്ഛേദാർ റബഡി തയ്യാറാകുന്നത്. പാലിൻ്റെ അട വേഗം ഫോം ആവാനായിട്ട് ഒരു പ്ലേറ്റ് കൊണ്ട് ഇതുപോലെ മേലെ ഒന്ന് വീശി കൊടുക്കുകയോ അല്ലെങ്കിൽ ഹാൻഡ് ഫാൻ ഉപയോഗിച്ചൊന്ന് വീശി കൊടുക്കുകയോ ചെയ്താൽ വേഗം പാലിൻ്റെ അട ഫോമായി കിട്ടും. നിങ്ങൾക്ക് ഇതുപോലെ സൈഡിലേക്ക് ഈ പാലിൻ്റെ അട ഒന്ന് ചേർത്താണ്ട് വേണമെങ്കിലും ഈ പാലിൻ്റെ ഈ ഒരു ഡെസേർട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ഈ ഒരു റബഡി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എന്താണ് ഡിഫറൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പർദ്ദ പോലെയുള്ള ഈ പാലിൻ്റെ അട ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ കിട്ടില്ല. ഒരു തരി പോലെയുള്ള ടെക്സ്ചറാണ് ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന റബഡിയിലേക്ക് കിട്ടുക. ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ പാലിൻ്റെ അട നമ്മുടെ വായിലേക്ക് അങ്ങോട്ട് കിട്ടും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പാലിൻ്റെ ക്രീം വേറെ ഉണ്ടാവും, നമ്മൾ ഈ കഴിക്കുന്ന ഈ പാലിൻ്റെ അടയും വേറെ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ടെക്സ്ചറാണ് ഈ ഒരു റബഡിയിലേക്ക് കിട്ടുക. ഇത് കണ്ടോ, ഒരുപാട് പ്രാവശ്യം ഞാൻ പാലിൻ്റെ അട സൈഡിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 3/4 ഭാഗം പാലൊക്കെ റെഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ പാൽ ഒരു 1/4 ഭാഗം ആവുന്നത് വരെ വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 3/4 ലിറ്റർ പാലടയായിട്ട് സൈഡിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 1/4 ഭാഗം പാലിൽ മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 1/4 ടീസ്പൂൺ ഏലക്ക പൗഡർ, പിന്നെ കുറച്ച് കുങ്കുമപ്പൂവാണ് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഏലക്ക പൗഡറും കുങ്കുമപ്പൂവും ഓപ്ഷണലാണ്. ഇത് നല്ലൊരു ഫ്ലേവറിനും കളറിനും വേണ്ടിയാണ് കുങ്കുമപ്പൂവും ഏലക്ക പൗഡറും ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കാതെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അമേസിംഗ് ആണ്. ഇനി ഈ പാലിനൊപ്പം ഈ എല്ലാ ചേരുവകളും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും പാലിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ എത്ര തിക്കായിട്ടുണ്ടെന്ന്. ഇനി നമ്മൾ സൈഡിൽ പ്ലേസ് ചെയ്തിട്ടുള്ള പാലിൻ്റെ അട ഇതുപോലെ ഷാർപ്പുള്ള ഒരു സ്പൂണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉപയോഗിച്ച് പാലിൻ്റെ അട എല്ലാം ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. അപ്പോൾ ഈ സൈഡിലുള്ള പാലട എല്ലാം നമുക്ക് ഈ പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഇളക്കരുത്, ഒരുപാട് കുത്തി ഇളക്കരുത്. വെച്ചാൽ നമ്മുടെ ഈ പാലിൻ്റെ അടയുടെ ടെക്സ്ചർ എല്ലാം പൊട്ടിപ്പോകും. ഇതുപോലൊരു ടെക്സ്ചർ വേണം നമ്മുടെ ലച്ഛേദാർ റബഡിക്ക് കിട്ടാനായിട്ട്. പാലിൻ്റെ അട സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും, പിന്നെ പാലും ഇതിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ടാകും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് പിന്നെയും കട്ടിയായി കഴിഞ്ഞാൽ റബഡി ഒരുപാട് തിക്കാകി പോകും. റബഡിയെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കണ്ടോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് പാലിൻ്റെ അട ഫോം ആയിട്ടുള്ളത്.
ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചെടുക്കാം. വളരെ രുചികരവും ഹെൽത്തിയും ടേസ്റ്റിയും ക്രീമിയുമായിട്ടുള്ള ലച്ഛേദാർ റബഡി തയ്യാറായിട്ടുണ്ട്. ഇതാണ് ലച്ഛേദാർ റബഡിയുടെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. ഈ ഒരു ഡിലീഷ്യസ് ചിൽഡ് റബഡി ഞാൻ സെർവ് ചെയ്യുന്നത് ജിലേബിയോടൊപ്പമാണ്. നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ ജാമുനോടൊപ്പം, ബ്രെഡിനോടൊപ്പം, അല്ലെങ്കിൽ ഇതിനെ ഏതൊരു മോൾഡിൽ വെച്ച് ഫ്രീസ് ചെയ്തിട്ട് മലായ് കുൽഫി ഐസ്ക്രീം പോലെയും കഴിക്കാവുന്നതാണ്. റബഡിയുടെ മുകളിലേക്ക് കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള ബദാം, പിസ്ത, പിന്നെ ഡ്രൈ റോസ് പെറ്റൽസ് ചേർത്തിട്ട് ഒന്ന് അലങ്കരിക്കാം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ഒരു ഡെസേർട്ട് എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫാമിലിയുടെ മനം കവരുക. നമ്മളിത് ഉണ്ടാക്കിയത് ഒരു ട്രഡീഷണൽ മെത്തേഡിലാണ്. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെങ്കിലും ഇത് ടോട്ടലി വർത്ത് ഓഫ് ടൈമാണ്. ലച്ഛ റബഡി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയെ ലൈക്ക്, ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.